നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം. 1981 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു ഏറ്റവും ഒടുവിൽ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെത്തിയത്. കുവൈറ്റിന്റെ നൈറ്റ്ഹുഡ് ഓർഡറാണ് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അദ്ദേഹത്തിന് നൽകി ആദരിച്ചു. മുൻപ് ബിൽ ക്ലിന്റൺ, ചാൾസ് രാജകുമാരൻ, ജോർജ് ബുഷ് എന്നിവരുൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാർക്കും വിദേശ പരമാധികാരികൾക്കും വിദേശ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾക്കും സൗഹൃദത്തിന്റെ അടയാളമായി ഈ ഓർഡർ നൽകിയിരുന്നു. പ്രധാനമന്ത്രി മോദിക്ക് ഒരു രാജ്യം നൽകുന്ന 20ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണിത്. കുവൈറ്റ് നൽകിയ ആദരം ഭാരതത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്ന് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി കുവൈറ്റ് അമീറിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വലിയ അംഗീകാരമായി താൻ കരുതുന്നു. ഈ നേട്ടം ഭാരതത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എന്നും മോദി പറഞ്ഞു. ഇന്ത്യ കുവൈറ്റ് സുഹൃത്ത് ബന്ധത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കുറിച്ചു. കുവൈറ്റുമായി 4 ഉഭയകക്ഷി കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചതായി അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ കുവൈറ്റ് ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തിയതായും വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ സഹകരണം 2025 മുതൽ 2029 വരെ സാംസ്കാരിക കൈമാറ്റം, 2025 മുതൽ 28 വരെ കായിക സഹകരണം, രാജ്യാന്തര സോളാർ സഖ്യത്തിൽ ഉൾപ്പെടുത്തൽ തുടങ്ങിയ കരാറുകളാണ് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ നിലവിൽ വന്നത് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. കുവൈറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ നടത്തിയ പ്രതിനിധി ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനവും കൈക്കൊണ്ടു. പ്രതിരോധ വ്യവസായം, പ്രതിരോധ ഉപകരണങ്ങളുടെ വിതരണം, സംയുക്ത അഭ്യാസങ്ങൾ, പരിശീലനം, പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും കൈമാറ്റം, പ്രതിരോധ മേഖലയിൽ ഗവേഷണ വികസന സഹകരണം തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്ന കരാറുകളിലും ഇരു രാജ്യങ്ങളും എത്തി. കുവൈറ്റ് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പിന്നീട് മടങ്ങി. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനുള്ള യജ്ഞത്തിൽ പ്രവാസികളും ഭാഗഭാക്കാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വരും ദശാബ്ദങ്ങളിൽ ഇന്ത്യ നവീന കണ്ടുപിടുത്തങ്ങളുടെയും ഹരിതോർജ്ജത്തിന്റെയും ഇലക്ട്രോണിക്സിന്റെയും ഹബ്ബാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 1 ലക്ഷത്തോളം ഇന്ത്യൻ പൗരന്മാരാണ് കുവൈറ്റിലുള്ളത്. അവരുടെ കഴിവുകളെയും കഠിനാധ്വാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ഇന്ത്യൻ പൗരന്മാരുടെ കഴിവുകളും നൈപുണ്യവും പുതിയ കുവൈറ്റിനെ വാർത്തെടുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകനന്മയെ മുൻനിർത്തി ഭാരതം വിശ്വബന്ധുവായി മുന്നേറുന്നു. യുവത്വം തുളുമ്പുന്ന ഇന്ത്യ ലോകത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനൊരുങ്ങുന്നു. പുരോഗതി കൈവരിക്കുകയാണ്. ഹലോ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മോദി ഇങ്ങനെ സംസാരിച്ചത്. ഇന്ത്യ കുവൈറ്റ് ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വഴികൾ ആരായുന്നതിനാണ് പ്രധാനമന്ത്രിയും അമീറും തമ്മിലുള്ള ചർച്ചകളെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തിൽ $10.47 ബില്യൺ മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരവുമായി കുവൈറ്റ് ഇന്ത്യയുടെ നിർണായക വ്യാപാരി പങ്കാളിയാണ്. കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ആദ്യമായി $2 ബില്യൺ കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഇന്ത്യയിലെ നിക്ഷേപം $10 ബില്യൺ കവിഞ്ഞു. കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി ഇന്ത്യയും അറബ് ലോകവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായി വളരെ അടുത്ത ഊഷ്മള ബന്ധമാണ് ഇന്ത്യ ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നത്. ഇത് പാകിസ്ഥാനെ പലപ്പോഴും അലോസരപ്പെടുത്തുന്നു. കഴിഞ്ഞ 1 ദശാബ്ദത്തിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രി നിരവധി അറബ് രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണ് നനയിച്ചു. 2016 സൗദി അറേബ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് കിങ് അബ്ദുൽ അസീസ് അൽ സൗദ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് സമ്മാനിച്ചു. 2018 പാലസ്തീൻ സ്റ്റേറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 2019 ബഹ്റൈൻ, 2023 ഈജിപ്ത് എന്നിവയൊക്കെ
നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മറ്റു ചില രാജ്യങ്ങളും തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി മുസ്ലിം രാജ്യങ്ങൾ അറബ് രാഷ്ട്രങ്ങളുടെ സഹായത്തിനും സഹകരണത്തിനും വായ്പയ്ക്കുമായി അവരുടെ പിന്നാലെ പായുമ്പോഴാണ് ഇന്ത്യക്ക് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളടക്കം മിക്ക അറബ് രാജ്യങ്ങളും പായുന്ന കാഴ്ച നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. UAE, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ 7 ദശലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ അറബ് രാഷ്ട്രങ്ങളിൽ ഉൾക്കൊള്ളുന്നു. ഈ രാജ്യങ്ങളിൽ വൻതോതിൽ ഇപ്പോൾ ഇന്ത്യ നിക്ഷേപവും നടത്തുന്നുണ്ട്. അതിന്റെ 60% ഇന്ധന വാതക പ്രതീക്ഷകൾ നിറവേറ്റുന്നത് അറബ് രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങളിലും ജോലികളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാർ വളരെ തന്ത്രപരമായ ഒരു സ്വത്ത് തന്നെയാണ് ഇന്ത്യയുടെ. അറബ് രാജ്യങ്ങളുടെ വികസനവും പുരോഗതിയുമായി അവർ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലും ഇന്ത്യൻ വിപണിയിലുമൊക്കെ നിക്ഷേപം നടത്താൻ നിരവധി അറേബ്യൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കൃത്യമായി ഇന്ത്യൻ ഭരണകൂടത്തിനും നരേന്ദ്രമോദിക്കും ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനം ലോകത്തിന്റെ ഭാവനയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ സംഭവമായിരുന്നു. ചൈനയോട് മത്സരിക്കാൻ കെൽപ്പുണ്ട് ഇന്ത്യക്കെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ചില നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മിക്ക അറബ് രാജ്യങ്ങളുടെ ഭരണകൂട തലവന്മാരും തമ്മിൽ വളരെ അടുത്ത സുഹൃത്ത് ബന്ധമാണ് കഴിഞ്ഞ 10 വർഷമായി നിലനിൽക്കുന്നത്. സാംസ്കാരികവും മാനുഷികവുമായ ബന്ധങ്ങളുടെ മൂല്യം കൽപ്പിച്ചാണ് ഈ ബന്ധങ്ങളൊക്കെ ഇന്ത്യ തുടർന്നു കൊണ്ടുപോകുന്നതും. UAE-യിൽ ഹിന്ദു ക്ഷേത്രവും ഒരു ഗുരുദ്വാരയുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരമായ നേതൃത്വത്തിൽ അബുദാബിയിൽ ഒരു വലിയ ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ UAE നൽകിയത് 27 ഏക്കർ ഭൂമി. ഗൾഫ് മേഖലയിലെ ഈ ക്ഷേത്രം 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് UAE എപ്പോഴും ചുവന്ന പരവതാനി വിരിച്ചാണ് സ്വീകരണമൊരുക്കിയത്. സൗദി അറേബ്യയിലെ മദീനയിലേക്ക് മന്ത്രി സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിൽ അടുത്ത കാലത്ത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഒരു പര്യടനം നടത്തിയത് മറ്റൊരേടായി മാറി. ഖത്തർ രാജ്യം വധശിക്ഷയ്ക്ക് വിധിച്ച 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ച് മാതൃരാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്ന മഹത്തായ നടപടി ഇന്ത്യയുടെ ധീരോദാത്തമായ ഒരു നീക്കം തന്നെയായിരുന്നു. ഇരു രാജ്യങ്ങളിലുമുള്ള ഗവൺമെന്റ് തലവന്മാരും ഡോക്ടർ S. ജയശങ്കറിന്റെ കീഴിലുള്ള നയതന്ത്ര പ്രതിനിധികളുമൊക്കെ ഉൾപ്പെട്ട വലിയ നീക്കത്തിന്റെ മഹത്തായ വിജയം. അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ വലിയൊരു ബന്ധം സ്ഥാപിച്ചു എന്നതിന്റെ നേർചിത്രങ്ങളാണ് ഇവയൊക്കെ. ലോകത്തിലെ എല്ലാത്തരം ഭീകരതയ്ക്കെതിരെയും കൃത്യമായ നിലപാട് പുലർത്തിയ ഇന്ത്യ മറുവശത്ത് ഇസ്രായേലുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, I2U2 എന്നുള്ള സംവിധാനം ഇപ്പോൾ എല്ലാ കാലത്തേക്കാൾ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ കൃത്യമായ നിലപാട് ഇന്ത്യ കൈക്കൊണ്ടിരുന്നു. ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. എന്നാൽ അതിനെതിരെ ചെറു വിമർശനങ്ങൾ പോലും സൗദി അറേബ്യയോ UAEയോ ഇന്ത്യക്ക് നേരെ ഉയർത്തിയില്ല. അറബ് ലോകവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ തുടർച്ച ഭാവിയിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള ശക്തികൾ ഇപ്പോൾ ചില സംശയങ്ങളോടെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ന് മിഡിൽ ഈസ്റ്റുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ബന്ധം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പോലും അസ്വസ്ഥപ്പെടുത്തുന്നു. ശീതയുദ്ധകാലത്ത് ഇന്ത്യയും പടിഞ്ഞാറൻ മേഖലയുമൊക്കെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നു. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ശീതയുദ്ധ വിഭജനത്തിന്റെ എതിർവശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ പലസ്തീനുള്ള ഇന്ത്യൻ പിന്തുണ അതിന് വിരുദ്ധമായി നിലകൊണ്ടു. ഇസ്രയേലുമായുള്ള പരിമിതമായ ഇടപെടലുകളിൽ തുടങ്ങിയ ഇന്ത്യ പിന്നീട് ഇസ്രയേലുമായുള്ള ബന്ധം സുദൃഢമാക്കി. ഇപ്പോഴിതാ 3 മേഖലകളിലും ഇന്ത്യ ശക്തമായി കടന്നു ചെന്നിരിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോൾ ഇസ്രായേലിനെ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഇന്ത്യ നോക്കിക്കാണുന്നു. ഒപ്പം മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യ ചേർത്ത് പിടിക്കുന്നു. ഇന്ത്യയുടെ എണ്ണ ഉപഭോഗത്തിന്റെ 80% ഇറക്കുമതിയിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു അമൂല്യ സ്വത്താണ്. സമീപ വർഷങ്ങളിൽ ദീർഘകാല ഇടപെടലുകളിലേക്ക് ചുവടുവയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 2024 ഫെബ്രുവരിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ഒരു സന്ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധം തെളിയിച്ച ഒരു സന്ദർശനമായിരുന്നു അത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഇടപെടലുകൾക്ക് കൂടുതൽ വിദേശ നയത്തിൽ പേശീബലം വന്നു ചേർന്നിരിക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്.
മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഇന്ത്യ ചേർത്ത് പിടിക്കുമ്പോൾ സാമ്പത്തിക ഉപഭോഗത്തിൽ കരുത്തരായി മാറുന്ന ഇന്ത്യയെ തന്നെയാണ് അമേരിക്ക സംശയത്തോടെ നോക്കിക്കാണുന്നതും. കടൽ കൊള്ള നേരിടുന്നതിലും ഇന്ത്യ ലോകത്തിന് മുന്നിൽ മാതൃകയായി നിലകൊണ്ടു. ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ട് ഹൂതികൾ മിസൈൽ പായിച്ചപ്പോൾ ഹൂതികൾക്ക് നേരെ കടന്നാക്രമണം നടത്തിയ ഇന്ത്യൻ സൈനികർ ലോകത്തിന് മുന്നിൽ മാതൃകയായി. കഴിഞ്ഞ ദശകത്തിൽ എമിറേറ്റ്സ്, ഒമാൻ എന്നിവരുമായി ഇന്ത്യ സംയുക്ത വ്യോമ നാവിക കരസേന അഭ്യാസങ്ങൾ സ്ഥാപിച്ചു. ഖത്തർ, ബഹ്റിൻ, സൗദി അറേബ്യ എന്നിവരുമായി ബഹുരാഷ്ട്ര നാവിക അഭ്യാസങ്ങളും നടത്തി. ഇസ്രയേലുമായി ആഴത്തിലുള്ള ബന്ധം സൂക്ഷിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളെ ചേർത്തുപിടിച്ച് ഇസ്രയേലിനെ അവരോടടുപ്പിക്കുന്ന ഇന്ത്യ, മറുവശത്ത് US ഇടപെടലുകൾക്ക് യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കാതെ ഈ രാജ്യങ്ങളെ സൗഹൃദത്തിന്റെ വലയിലാക്കാൻ ഇന്ത്യക്ക് ഇതിനകം കഴിഞ്ഞു. വിദേശ നയത്തിൽ ഏറ്റവും തന്ത്രപരമായ ഇടപെടലുകളാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മാറുന്ന മുഖം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ രാജ്യ സന്ദർശനങ്ങളും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഈ സന്ദർശനങ്ങൾ ഇന്ത്യയെ അറബ് രാജ്യങ്ങൾ ചേർത്തുപിടിക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.